1857 വിപ്ലവം. വെറുമൊരൊറ്റ മിനിറ്റിൽ നമുക്കിതൊന്ന് അടിപൊളിയായി റിവൈസ് ചെയ്താലോ? സമയം ഒട്ടും കളയുന്നില്ല, നേരെ തുടങ്ങാം. അപ്പോ ആദ്യം തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ബേസിക് വസ്തുതകൾ നോക്കാം. നോക്കൂ, നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ സ്വന്തം ഒന്നാം സ്വാതന്ത്ര്യസമരമാണ്, അല്ലേ? പക്ഷെ ബ്രിട്ടീഷുകാര് ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ചു വിളിച്ചത് വെറും ഒരു ശിപായി ലഹള എന്ന് മാത്രമാണ്. ആ വലിയ വ്യത്യാസം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി ഇതിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കാം. ഈ വലിയ വിപ്ലവത്തിന്റെ ആദ്യത്തെ തീപ്പൊരി വീഴുന്നത് ബാരക്പൂരിലാണ്. എന്നാൽ ഇത് ഔദ്യോഗികമായി ആളിക്കത്താൻ തുടങ്ങിയത് അഥവാ ആരംഭിക്കുന്നത് 1857 മെയ് 10 മീററ്റിൽ നിന്നാണ്. റൈറ്റ്. ഇനി ഈ പോരാട്ടം നയിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഇത് എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമൻ, കാൻപൂരില് നാനാ സാഹിബ്, ഝാൻസിയില് നമ്മുടെ സ്വന്തം റാണി ലക്ഷ്മിഭായ്, പിന്നെ ലക്നൌവില് ബീഗം ഹസ്രത് മെഹൽ. ഈ പേരുകളും ആ സ്ഥലങ്ങളും കൃത്യമായി ലിങ്ക് ചെയ്ത് തന്നെ ഓർത്തുവെക്കുക. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു വിപ്ലവം അന്ന് പൊട്ടിപ്പുറപ്പെട്ടത്? അതിന്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഡൽഹൌസിയുടെ ആ കുപ്രസിദ്ധമായ ദത്തെടുക്കൽ നിരോധന നിയമം, അതായത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. 2, കൊടിയ സാമ്പത്തിക ചൂഷണം. 3, ഇന്ത്യക്കാരുടെ മതപരമായ കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകൾ. പിന്നെ ഒടുവിൽ ഈ വിപ്ലവം പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ കാരണമായ ആ കാട്ട്രിഡ്ജ് പ്രശ്നവും. ശരി, ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇതിന്റെ ഫലം എന്തായിരുന്നു? അതുകൂടി നോക്കേണ്ടേ? ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇതോടെ പൂർണ്ണമായും അവസാനിച്ചു. പകരമോ 1858 നിയമപ്രകാരം ഇന്ത്യയുടെ അധികാരം നേരിട്ട് ബ്രിട്ടീഷ് കിരീടഭരണത്തിന് അഥവാ ക്രൗൺ റൂളിന് കീഴിലായി മാറി. അതൊരു വലിയ ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോ നമ്മുടെ ഈ 1 മിനിറ്റ് അതിവേഗ റിവിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെങ്കിൽ ഇപ്പൊ തന്നെ താഴെ 1857 എന്ന് ടൈപ്പ് ചെയ്ത് ആ ഫയർ ഇമോജി കൂടി ഒന്ന് കമന്റ് ചെയ്തേ. ഇതുപോലുള്ള കൂടുതൽ ഷോർട്ട് റിവിഷനുകൾക്കായി ഫോളോ ചെയ്യാനും മറക്കരുത്. കാണാം.